എയർപോർട്ട് കിട്ടണമെന്ന് നിർബന്ധമാണ് ഓനക്ക് പറഞ്ഞു. ബാക്ക് ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല അത് എയർപോർട്ടാണെന്നുള്ളത്. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടാ. വണ്ടിയാ കാണുന്നത്. ഇത് എയർപോർട്ട് തന്നെയല്ലേ? ഇതൊക്കെയാണ് ആഭ്യന്തര പുറപ്പെടല്. കണ്ടില്ല നിങ്ങള്? മജീദ് ഉണ്ട്, നമ്മളെ മുത്തുമണി പോവാണ്. രണ്ടാൾക്കാരും മോനായിട്ട് പോവാണ് കേട്ടാ. എത്ര വന്നിട്ട് ഒരു മാസം 10 ദിവസം. ഒരു മാസം 10 ദിവസമായി ലീവ് കഴിഞ്ഞിട്ട് പോവാണ് ദുബായിക്ക്. ഭയങ്കര സങ്കടം. കാര്യം എന്താ അറിയോ, ഞങ്ങൾ വരുമ്പോൾ മുതൽ മഴയാണ് ഇവിടെ. അവിടുത്തെ അവസ്ഥ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാണ് പഠിച്ചോനെ ഇതിന്റെ ഒരു അവസാനം. എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. രാത്രി 2 മണിക്ക് എണീറ്റ് പോകുന്നു. ചെറിയ പൈതൽ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഓരോ നേരത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ. മോളെ ഉണർന്നിട്ടുണ്ടെങ്കിൽ സീനാണെന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പൊ നേരം വെളുത്ത് നീറ്റാല് മോളിങ്ങനെ അന്വേഷിക്കും, ഇപ്പച്ചി എവിടേക്ക് പോയി, ഇന്റെ പച്ചി എവിടേക്ക് പോയി. ഇപ്പൊ ഈ മക്കളെ കാര്യം ആലോചിച്ചിട്ടുള്ള വിഷമമായിരിക്കും. ഏകദേശം ഒരു മാസക്കാലം പുലർച്ചെ നമ്മൾ പോയതുകൊണ്ട് തിരിച്ചു വരുമ്പോണ്ടോ നല്ല ചൂടുള്ള പൊറാട്ട. അത് നമ്മളെ അമ്മീത് ഇങ്ങനെ അടിച്ച് മിന്നാണ് കാര്യത്തിനും അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടാണ് അരിയിലെ കൊണ്ടാക്കി. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോരാറായ ഓരോ പ്രവാസിയുടെയും അവസ്ഥ ദിവസം അടുക്കും തോറും നെഞ്ചത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയ പ്രതീതിയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അധിക പ്രവാസികളും തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് പുലർച്ചെ സമയത്തുള്ള ടിക്കറ്റുകളായിരിക്കും അധികം സെലക്ട് ചെയ്യുക. അതെന്താന്ന് വെച്ചാൽ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സങ്കടവും കരച്ചിലൊക്കെ കാണാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി ഇതിൽ നിന്ന് റീകവറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും സമയമെടുക്കും ഓരോ പ്രവാസി. ഒരുപാട് പൈസ കോടികൾ അയച്ചോണ്ടി.